വിശദമായ വാർത്തകളിലേക്കാണ്. വോട്ടെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാലക്കാട് വോട്ടിന് നോട്ട്. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് വേണ്ടി പണം വിതരണം. കൈയോടെ പിടികൂടി UDF പ്രവർത്തകർ. വീഡിയോ ദൃശ്യം പുറത്ത്. വീഡിയോ ചിത്രീകരിച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ശോഭ. ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണാടി പഞ്ചായത്തിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം. പ്രായമായവർക്കാണ് സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന സ്ത്രീ പണം നൽകിയത്. ശോഭ സുരേന്ദ്രന്റെയും മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെയും സാന്നിധ്യത്തിലായിരുന്നു പണം വിതരണം. മൊബൈലിൽ വീഡിയോ പകർത്തിയവർക്കെതിരെ ശോഭ സുരേന്ദ്രൻ രൂക്ഷമായി പ്രതികരിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. കരണക്കുറ്റിക്കടിക്കുമെന്ന് ശോഭ പറയുന്നു. ബഹുമാനത്തോട് കാണാണ്. ₹5000 രൂപയാണ് വയോധികയ്ക്ക് നൽകിയത് എന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ റിനിലും വിനീഷും പറഞ്ഞു. ഇന്ന് കാലത്ത് ഒരു മണിക്കൂർ മുൻപ് NDAയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും കുറേ പ്രവർത്തകരും വീടുകളൊക്കെ കയറി പണം കൊടുക്കുന്ന രീതിക്കാണ് ഉണ്ടായത്. ഞങ്ങളുടെ കാർ ബ്ലോക്ക് ചെയ്തപ്പോൾ ബ്ലോക്കായി റോഡിൽ നിറയെ വാഹനങ്ങൾ കാരണം. അപ്പോൾ കാറിലിരുന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ഈ പൈസ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ നേരിൽ കണ്ടത്. ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥി കണ്ണാടിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പൈസ കൊടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മരണ വീടുകളിലേക്കൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പോൾ കുറേ വീടുകൾ കയറി പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന 6-7 വാഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ റോഡ് ഇവിടെ ബ്ലോക്കായി. അപ്പോൾ ഞങ്ങളുടെ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഓരോ ആളുകളെ കാണുന്നുണ്ട്. കൂടെ പോയിട്ടുള്ള ആൾ സ്ഥാനാർത്ഥി മടങ്ങിയതും ഈ പൈസ അവിടെയുള്ള ആൾക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു അമ്മച്ചയുണ്ട്, അവർ കൂടിയുള്ളൊരു സ്ത്രീയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5000 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മരണ വീടുകളിൽ പോയി 10000 രൂപ, അങ്ങനെ ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കല്യാണ വീടുകളിൽ പോയി അതിനും വലിയ ഓഫർ. അമ്പലങ്ങളിൽ പോയി 50000 രൂപ. ഞങ്ങളുടെ അപ്പുറത്തുള്ള അമ്പലത്തിൽ തന്നെ ഒരു 50000 രൂപ അവർ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. വലിയ ഓഫറുകളും നൽകിയിട്ടും പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരാഴ്ച മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനൊന്നും തെളിവില്ല. കിട്ടിയവരാരും അങ്ങനെ തെളിവായിട്ട് പറയാത്തതുകൊണ്ടും തരാത്തതുകൊണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നേരിൽ തെളിവായി എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രത്തെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുക. മണ്ഡലത്തിലുള്ള ആളുകൾ മണ്ഡലം വിട്ട് പോകേണ്ട ദിവസമായിട്ടും ഇന്ന് ഈ പ്രവൃത്തി ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വന്നത് ഒരു തരത്തിലും 5000 രൂപയാണ് ഇപ്പം നമ്മൾ കയ്യിൽ തെളിവായിട്ട്. നമ്മുടെ മുൻ വാർഡ് മെമ്പറും സഹപ്രവർത്തകരും സ്ക്വാഡ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. കൃത്യമായി മൊബൈലിൽ ആ ദൃശ്യം പകർത്താൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വാക്കുതർക്കം ഉണ്ടായത്. പൈസ കൊടുത്ത് സമാനമായിട്ടുള്ള ആരോപണം കുറേ ഇടത്തു നിന്നും വരുന്നുണ്ട്. അമ്പലങ്ങളിൽ പോയി പൈസ കൊടുക്കുന്നു, മരണ വീട്ടിൽ പോയി പൈസ കൊടുക്കുന്നു, സാരി ഉൾപ്പെടെ കൊടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിരവധിയായിട്ടുണ്ട്. ഇന്നാണത് കൃത്യമായിട്ട് ദൃശ്യത്തിലൂടെ നമുക്ക് പതിപ്പിക്കാൻ സാധിച്ചത്. ഈ ദൃശ്യം എടുത്ത് അവർ കണ്ടിരുന്നില്ല? തീർച്ചയായിട്ടും അവർ കണ്ടിരുന്നു. നമ്മുടെ മുൻ മെമ്പർ മൂപ്പരുടെ മൊബൈലിൽ നിന്നാണ് ദൃശ്യം എടുത്തത്. അവർ കൃത്യമായി കണ്ടിരുന്നു. അത് ഡിലീറ്റ് ചെയ്യാനാണ്. അതെ, അപ്പോഴാണ് വാക്കുതർക്കം ഉണ്ടായത്. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല. എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ വീട്ടിലും വന്ന് വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്ത് പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുന്നത് ശരിയല്ല എന്നാണ് അവരോട് പറഞ്ഞത്. അത് അവർ നിഷേധിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് വാക്കുതർക്കം. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പണം നൽകിയതിന്റെ വീഡിയോ പകർത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ BJPക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വോട്ടിന് നോട്ട് എന്നത് കേരളത്തിൽ നടക്കാത്തതാണെന്നും അനുവദിക്കാനാവില്ലെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കണമെന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ നേരത്തെ മാളിലേക്ക് സൗജന്യ കൂപ്പണുകൾ വിതരണം ചെയ്തതായും പരാതി ഉയർന്നിരുന്നു. പാലക്കാട് വടക്കന്തറയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വഴിയിൽ തടഞ്ഞതും BJPക്ക് തിരിച്ചടിയായിരുന്നു. അതേസമയം പണം നൽകിയിട്ടില്ലെന്നും സ്ത്രീയുടെ കയ്യിലുള്ളത് പെൻഷൻ പണമാണെന്നും BJP പ്രാദേശിക നേതാവ് ന്യായീകരണവുമായി രംഗത്ത് വന്നു. UTV ന്യൂസ്, പാലക്കാട്.